താണ നിലത്തെ നീരോടും അവിടെ ദൈവം തുണ ചെയ്യും. പലരും എന്നോട് സൈബർ ഇടങ്ങളിൽ ചോദിക്കുക, നിങ്ങൾ എന്തിനാണ് സഹായം ചെയ്തിട്ട് വിളിച്ചു പറയുന്നത്? രേണുസുതിയെ എന്നെ കൂട്ടി അപവാദങ്ങൾ പറയുന്ന മനുഷ്യർ ഒന്ന് ഓർക്കണം, ഈ നിമിഷം വരെയും രേണുസുതിക്ക് ഒരു സഹായം ഞാൻ ചെയ്തു കൊടുത്തിട്ടില്ല. കൊല്ലം സുധിയുടെ 2 മക്കളുടെ പേരിൽ വസ്തു നൽകി കരമടച്ചിരിക്കുന്ന, അവരുടെ പേരിൽ കരമടച്ചിരിക്കുന്ന രസീതാണ് എൻ്റെ കയ്യിലിരിക്കുന്നത്. രേണുസുധിയുടെ പിതാവ് ഇവിടെ വന്ന് പറഞ്ഞു, ഞങ്ങൾ ഈ വീട് പൂട്ടി പോകുമെന്ന് എന്നോട് പറഞ്ഞു. സെന്റിന് 4 ലക്ഷം രൂപ ഇവിടെ വിലയുണ്ട്. ഒരു 50 ലക്ഷത്തിന് മുകളിലുള്ള തുക ആ 2 കുഞ്ഞുങ്ങൾക്ക് സന്തോഷത്തോടെ ഇവിടെ എല്ലാവരും ചേർന്ന് ചെയ്തേക്കുക. സോഷ്യൽ മീഡിയ കാണുന്നവരാരും തന്നെ രേണുസുധിയുടെ വീടിനടുത്ത് താമസിക്കാൻ വരത്തില്ല. എത്ര അഹങ്കാരത്തോടു കൂടിയാണ് ഈ സ്ത്രീ സംസാരിക്കുന്നത്. അവരിപ്പോൾ ബിഗ് ബോസിലേക്ക് പോകാനായിട്ട് ഏറെക്കുറെ എല്ലാം ധാരണയായി നിൽക്കുകയാണ്. ദയവ് ചെയ്ത് കേരള സമൂഹത്തിലെ ഒരു വ്യക്തികളും ഇനി ഇതുപോലുള്ള ആൾക്കാർക്ക് പണം അയച്ചു കൊടുത്ത് സഹായിക്കരുത്. നമസ്കാരം, എൻ്റെ പേര് ബിഷപ്പ് നോബിൾ ഫിലിപ്പ് അമ്പലവേലിൽ. ഞാൻ ആംഗ്ലിക്കൻ ചർച്ചിൻ്റെ ഡയസിസ് ഓഫ് ട്രാവൻകൂർ ആൻഡ് കൊച്ചിൻ രൂപതയുടെ 13ാമത് മിഷണറി ബിഷപ്പായിട്ട് സേവനം ചെയ്യും. ആക്ച്വലി രേണുസുധി എന്ന് പറയുന്ന ഒരു ലേഡിക്ക് ഞാൻ ഇന്ന് വരെ ഒരു സഹായം ചെയ്തിട്ടില്ല. പൊതുസമൂഹങ്ങളിൽ എന്നെ കീറി മുറിക്കുവാനായിട്ട് ഏതോ ചില സൈബർ ഇടങ്ങളിലിരുന്നുകൊണ്ട് എന്നെ ആക്രമിക്കുവാൻ വേണ്ടിയിട്ടാണ് പലരും പറയുന്നത്. രേണുസുധിക്ക് ഞാൻ എന്തോ ചെയ്തു സഹായങ്ങൾ. ഈ നിമിഷം വരെയും രേണുസുധിക്ക് ഒരു സഹായം ഞാൻ ചെയ്തു കൊടുത്തിട്ടില്ല. അവരെന്നോടൊന്നും സഹായം അഭ്യർത്ഥിച്ചിട്ടില്ല, ഞാൻ അവർക്ക് കൊടുത്തിട്ടുമില്ല. മറിച്ച് കൊല്ലം സുധി എന്ന് പറയുന്ന ഒരു കലാകാരൻ കേരളത്തിലുണ്ടായിരുന്നു. അദ്ദേഹം കഴിഞ്ഞ 2 വർഷങ്ങൾക്ക് മുൻപായിട്ട് ഒരു വാഹനാപകടത്തിൽ ഈ ലോകത്തിൽ നിന്ന് കടന്നുപോയി. ആ സമയത്ത് എൻ്റെ അടുത്ത സുഹൃത്തായിരിക്കുന്ന രാഹുൽ ഇരുമ്പുകുഴിയും മറ്റ് മാധ്യമ സുഹൃത്തുക്കളും എന്നെ നേരിൽ വന്ന് കാണുകയും ഞാൻ ഈ താമസിക്കുന്ന ദേശത്തെ എനിക്ക് കുടുംബസ്വത്തായി കുറേയധികം വസ്തു, എൻ്റെ ഫാമിലി പ്രോപ്പർട്ടി എനിക്കുണ്ട്. അപ്പോൾ ഞാൻ പല ചാരിറ്റി വർക്കുകൾ ഇവിടെ ഈ നാടിനു വേണ്ടി ജാതി മത വർഗ വർണ്ണ വ്യത്യാസമില്ലാതെ ചെയ്തുകൊണ്ടിരിക്കുന്നു. അങ്ങനെയുള്ള ആ വിവരം അവർക്കറിയാവുന്ന കാരണത്താൽ അവരാണ് എന്നോട് വന്ന് ചോദിക്കുന്നത്. ഈ കൊല്ലം സുധിയുടെ 2 കുഞ്ഞുങ്ങൾ, പിതാവ് മരിച്ചുപോയി, അതിൽ കൊല്ലം സുധിയുടെ മൂത്ത മകന് അമ്മ നഷ്ടപ്പെട്ടതാണ്. അപ്പോൾ തീർത്തും അപ്പനും അമ്മയും ഇല്ലാത്ത ഒരു കുട്ടിയും, പിന്നെ ഈ രേണുസുധി എന്ന് പറയുന്ന ഈ സ്ത്രീക്കുണ്ടായ, സുധിയിൽ കൂടെ ജനിച്ച ഋതുൽ എന്ന് പറയുന്ന ഒരു കുട്ടിക്കും കിടക്കാൻ സ്വന്തമായിട്ടൊരു വീടില്ല, വസ്തുവില്ല എന്ന് പറഞ്ഞപ്പോൾ ഒരു സഹായം ചെയ്യാമോ എന്നോട് ചോദിച്ചതനുസരിച്ച് ഞാൻ അതിന് തയ്യാറാവുകയാണ് ചെയ്തത്. അപ്പോൾ അതിന് മുൻപോട്ട് വന്നത് 24 ചാനലിൻ്റെ MD ബഹുമാന്യനായ R ശ്രീകണ്ഠൻ നായർ സാറും അതിൻ്റെ വൈസ് പ്രസിഡൻ്റായിരിക്കുന്ന ബഹുമാന്യനായ ശ്രീ സി ഉണ്ണികൃഷ്ണൻ സാറുമാണ് എന്നെ ഈ കാര്യത്തിലേക്ക് വേണ്ട പ്രചോദനം നൽകി മുൻപോട്ട് കൊണ്ടുവന്നത്. അങ്ങനെയാണ് ഞാൻ ഈ കുഞ്ഞുങ്ങൾക്ക്, നിങ്ങൾ ഈ കാണുന്ന കരമടച്ച രസീത് ഇതിനകത്ത് കാണിക്കാം, കൊല്ലം സുധിയുടെ 2 മക്കളുടെ പേരിൽ വസ്തു നൽകി കരമടച്ചിരിക്കുന്ന, അവരുടെ പേരിൽ കരമടച്ചിരിക്കുന്ന രസീതാണ് എൻ്റെ കയ്യിലിരിക്കുന്നത്. ഞാൻ 2 കുഞ്ഞുങ്ങൾക്കായിട്ടാണ് വസ്തു നൽകിയിരിക്കുന്നത്. എന്ന് വെച്ചാൽ ഞാൻ എൻ്റെ എന്തോ ആവശ്യങ്ങൾക്കായിട്ടോ അല്ലെ എനിക്കെന്തോ ലഭിക്കുന്നതിന് വേണ്ടിയിട്ടോ, സമൂഹത്തിൽ എനിക്കെന്തോ സ്ഥാനമാനങ്ങൾ ലഭിക്കുന്നതിന് വേണ്ടിയോ, എൻ്റെ പേര് വലുതാകാനായിട്ടോ, ഞാൻ സ്വയമേ ഉയരാൻ വേണ്ടിയിട്ടോ ചെയ്തു എന്നുള്ള രീതിയിൽ സംസാരങ്ങൾ സൈബർ ഇടങ്ങളിൽ വന്നു. രണ്ടാമതായിട്ട് ഈ രേണുസുധി എന്ന് പറയുന്ന ഒരു സ്ത്രീയെ ഇദ്ദേഹം മരിച്ചു കഴിഞ്ഞ് ഈ ചാനലുകാരൊക്കെ ഇവിടെ വിളിച്ചു കൊണ്ടുവന്ന സമയത്താണ് ആ സ്ത്രീയെ ഞാൻ കാണുന്നത്, അവരുടെ പിതാവിനെ കാണുന്നത്, അവരുടെ മറ്റ് കുടുംബാംഗങ്ങളെ കാണുന്നത്. അവരിവിടെ ഓഫീസിൽ എന്നെ കാണുവാൻ എല്ലാവരുമായിട്ട് ഒരുമിച്ചാണ് വന്നത്. അങ്ങനെ ഞാൻ കണ്ടു, ആ കുഞ്ഞുങ്ങൾക്ക് ഇത് നൽകി എന്നുള്ളതല്ലാതെ ഈ രേണുസുധി എന്ന് പറയുന്ന സ്ത്രീയുമായിട്ട് എനിക്ക് വ്യക്തിപരമായിട്ടോ കുടുംബപരമായിട്ടോ മതപരമായിട്ടോ സഭാപരമായിട്ടോ എനിക്ക് യാതൊരു ബന്ധവുമില്ല. കാരണം ഈ രേണുസുധി എന്ന് പറയുന്ന ആൾ എൻ്റെ സഭാംഗമല്ല. ഈ രേണുസുധി എന്ന് പറയുന്ന സ്ത്രീ റിഫോംഡ് ആംഗ്ലിക്കൻ ചർച്ച് എന്ന് പറയുന്ന ഒരു സ്വതന്ത്ര ഇൻഡിപെൻഡൻറ്റ് പള്ളിയിൽ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സ്ത്രീ ആയിരുന്നു. ആ സ്ത്രീ അവിടെ ആരാധനയ്ക്ക് പോകുന്നു എന്നുള്ള വിവരമാണ് ഞാൻ അറിയുന്നത്. അവരുടെ പിതാവും മാതാവും അവിടെ പോകുന്നു എന്നാണ് ഞാൻ അറിഞ്ഞത്. അല്ലാതെ എൻ്റെ സഭാവിശ്വാസിയോ എനിക്ക് യാതൊരു രീതിയിലുള്ള ആത്മീയ ബന്ധങ്ങളോ ഫാമിലിപരമായിട്ടുള്ള ബന്ധമോ ഈ സഹോദരിയുമായിട്ട് എനിക്കില്ല. ഇവരെ ഞാൻ ആകെ കാണുന്ന 3, 4, 5 പ്രാവശ്യമേ എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടുള്ളൂ, സംസാരിച്ചിട്ടുള്ളൂ. ഇവിടെ ഒരു ഇൻ്റർവ്യൂവിന് ഇവിടെ എൻ്റെ വീട്ടിൽ വന്നപ്പോൾ അവരെ ഏതോ ഒരു ചാനലിൻ്റെ ആൾക്കാർ അവരുടെ വീട്ടിൽ നിന്ന് ക്ഷണിച്ച് ഇവിടെ കൊണ്ടുവന്ന് അങ്ങനെ എന്നോടൊപ്പം ഇരുത്തി അവരെ ഇൻ്റർവ്യൂ ചെയ്യിപ്പിച്ചു. ഇങ്ങനെയുള്ള കാര്യങ്ങളല്ലാതെ എനിക്ക് ആ സഹോദരിയുമായിട്ട് യാതൊരു രീതിയിലുള്ള ഫ്രണ്ട്ഷിപ്പോ ഒന്നും തന്നെ ഇല്ല. ഞാൻ എൻ്റെ ഔദ്യോഗിക ജോലിയുമായിട്ട് വളരെ ബിസി. എനിക്ക് പല കാര്യങ്ങൾ വേറെ ഉണ്ട്, ഒരുപാട് ദൗത്യങ്ങൾ എൻ്റെ മുൻപിലുണ്ട്. ഞാൻ ആ കാര്യങ്ങൾ വ്യാപൃതനായിട്ട് മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു എളിയ മിഷണറി ബിഷപ്പാണ്. ഒരുപാട് ഈ അടുത്ത സമയത്തായിട്ട് എന്നെ വിവിധ ഓൺലൈൻ ചാനലുകൾ എന്നെ ഇൻ്റർവ്യൂ ചെയ്തു. ആ ഇൻ്റർവ്യൂ ചെയ്യുന്നതിൻ്റെ അടിയിലെല്ലാം എനിക്ക് എഗനസ്റ്റായിട്ടുള്ള സൈബർ
ആക്രമണങ്ങളാണ് നേരിടുന്നത്. ഞാൻ ഓർക്കുന്നത്, ഒരു ചാരിറ്റിയല്ലേ ഞാൻ ചെയ്തുള്ളൂ ഇവർക്ക് വേണ്ടിയിട്ട്, അതിനെന്നെ എന്തിന് നിങ്ങൾ ആക്രമിക്കണം? നിങ്ങൾ എന്തിനെന്നെ ഉപദ്രവിക്കണം? ഈ സമൂഹത്തിൽ ഒരു അവശത അനുഭവിക്കുന്ന കലാകാരൻ്റെ കുടുംബം എന്ന രീതിയിൽ അനേക പ്രിയപ്പെട്ട ആ ഗ്രൂപ്പിൽപ്പെട്ടവർ, അതിൻ്റെ ഉന്നതങ്ങളിൽ നിൽക്കുന്ന KS പ്രസാദ്, ടിനി ടോം, ഇവരെല്ലാം എൻ്റെ ഈ ഓഫീസിൽ വന്നിട്ടുണ്ട്. ഇവരെല്ലാം വന്ന് എന്നെ നേരിട്ട് കണ്ട് ഇതിന് വേണ്ട പ്രചോദനം നൽകി. ഇവർക്ക് വീട് വെച്ച് നൽകിയ വീടിൻ്റെ ശിലാസ്ഥാപനം നിർവഹിച്ചത് ബഹുമാനപ്പെട്ട R. ശ്രീകണ്ഠൻ നായർ സാറാണ്. ഒരു വലിയ ഒരു കൂട്ടായ്മയുടെ ഒരു വലിയ എന്താണ് പറയുക, ഒരു കൂട്ടായ്മയുടെ വലിയ ഒരു സംഗമമായിരുന്നു കൊല്ലം സുധിര കുഞ്ഞുങ്ങൾക്ക് വീട് നിർമ്മിച്ച് നൽകുക എന്നുള്ള ഒരു ദൗത്യം. അതിന് ജാതി മത വ്യത്യാസമില്ലായിരുന്നു. ക്രിസ്ത്യൻ, ഹിന്ദു, മുസ്ലിം എല്ലാവരും ഒരുമിച്ച് നിന്നുകൊണ്ട് KHDC എന്ന് പറയുന്ന, ഫിറോസ് എന്ന് പറയുന്ന ഒരാളുടെ നേതൃത്വത്തിൽ ഫേസ്ബുക്ക് കൂട്ടായ്മയിലൂടെ